ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ശ്രീമദ് ഭാഗവതത്തെ അധികരിച്ച് മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ നാരായണീയം, ആ നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് 5-ാമത്തെ ദിവസം, 1-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതോടൊപ്പം ആ ശ്ലോകത്തിൻ്റെ മലയാള പരിഭാഷ ശ്രീഹരിയത്തിലെ ആ ഭാഗങ്ങൾ കൂടി ചൊല്ലി അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ സ്മരിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ സുസിദ്ധം. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേകി സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തിലെ നാരായണീയത്തിലെ ആദ്യ ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം ഇന്ന് നമ്മൾ പഠിക്കുന്നു. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠവൈകുണ്ഠരൂപം. നാരായണീയമാകുന്ന ഭക്തി സാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനിക്കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നോരാ വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പൂ ഞാൻ. ശ്രീഹരിയത്തിലെ പരിഭാഷ. ജനിമൃതികളിൽ നിന്നും മുക്തനായ ഭഗവാന്റെ കടാക്ഷത്താൽ മായാശക്തി ഉണർന്നിടവേ പരിശുദ്ധമായ സത്വഗുണാംശത്തെ സ്വീകരിച്ചു സ്വന്തം രൂപമാക്കി ദേവൻ കേളിയാടുന്നു. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ. ഇവിടെ ഭഗവാനെ സംബോധന ചെയ്യുന്നത് പട്ടേരിപ്പാട് ഹേ അജ എന്ന രീതിയിലാണ്. അല്ലയോ ജനനമില്ലാത്തവനെ, ഹേ അജ. നിർവ്യാപാരഃ അപി. ആര്? ത്വം. അങ്ങ് സ്വതവേ നിർവ്യാപാരനാണ്, ഒരു ചേഷ്ടയുമില്ലാത്തവനാണ്. എങ്കിലും നിഷ്കാരണം, ഒരു കാരണവും കൂടാതെ, വ്യക്തമായി ഒരു കാരണവുമില്ലാതെ അവിടുന്ന് ഈക്ഷണാഖ്യാം ക്രിയാം,
ഈക്ഷണം എന്നുള്ള ഒരു ക്രിയയെ, ആ ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു. ഭജസേ യത് എന്നത് എന്താണോ തേന ഏവ അതിനാൽ തന്നെ, അവിടുത്തെ ഒരു ഈക്ഷണം കൊണ്ട്, ഈക്ഷയാ അമൃതവരിഷിണ്യ എന്ന് ഭാഗവതത്തിൽ ഭഗവാന്റെ കാളിയമർദ്ദത്തിന് തൊട്ടു മുമ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ നോട്ടം. അങ്ങനെ അസതി കൽപ്പ അപി ലീനാ പ്രകൃതി, ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി അല്ലെങ്കിൽ മായ എവിടെ ലയിച്ചു കിടന്നിരുന്നു? അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്നു. അസതി കൽപ്പ അപി ലീനാ പ്രകൃതി, ആ മായ കൽപ്പാദികാലെ, കൽപ്പത്തിന്റെ ആ തുടക്കത്തിൽ ഉദേതി, ഉയർത്ത് എഴുന്നേൽക്കുന്നു. അത് എന്തുകൊണ്ടാണ്? സ്വമഹിമ വിഭവാകുണ്ഠ, തൻ്റെ ആ തികഞ്ഞ മഹിമ കൊണ്ട്, തനിക്ക് അപാരമായ അനുപമമായ അതുല്യമായ ഒരു മഹിമാവുണ്ട് ആ ഭഗവാന്. അങ്ങനെ ഒന്നിലും ആ മടക്കം പറ്റാത്തവൻ, സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ, വൈകുണ്ഠനാണ് അവിടുന്ന്. വൈകുണ്ഠവാസിയായിരിക്കുന്ന അല്ലയോ മഹാവിഷ്ണു, ഹേ അജ ഗുരുവായൂരപ്പ. ആ വൈകുണ്ഠമൂർത്തി തന്നെയാണ് ഗുരുവായൂരിൽ മിന്നിത്തിളങ്ങുന്നത്. അതുകൊണ്ടാണ് പട്ടേരിപ്പാടിൻ്റെ നാരായണീയത്തിൽ നമുക്ക് ഭാഗവതത്തെ അധികരിച്ചാണ് അത് എഴുതിയിട്ടുള്ളതെങ്കിലും അതിലെ സ്വർഗാരോഹണം എന്നുള്ള രംഗം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ എവിടേക്കും പോയിട്ടില്ല. തത്താവത് ഭാതി, ആ ഭഗവാൻ ഇവിടെ ഗുരുപവനപുരേ, ഗുരുപവനപുരിയിൽ മിന്നിത്തിളങ്ങുന്നു എന്നാണ്. അപ്പോ ഹേ വൈകുണ്ഠവാസിയായിരിക്കുന്ന മഹാവിഷ്ണു, സാ ത്വം, അങ്ങ്, ആ അങ്ങ്, നിർവ്യാപാരനായ അവിടുന്ന്, തസ്യ അതിരോധായകം, ആ പ്രകൃതിയുടെ, ആ മായയുടെ ഒന്നിനോടും മറയ്ക്കാത്തതും കലർപ്പില്ലാത്തതും ആയിരിക്കുന്ന സംശുദ്ധം സത്വരൂപം കമപി, എങ്ങനെയുള്ളത്? ആ സത്വഗുണം മറയ്ക്കാത്തതും ഒരു തരത്തിലുള്ള കലർപ്പില്ലാത്തതുമായിരിക്കുന്ന ആ സത്വഗുണം എന്ന രൂപത്തിലുള്ള അംശം ധൃത്വ, അംശത്തെ സ്വീകരിച്ചും കൊണ്ട്, കൈക്കൊണ്ട്, രൂപം ദധാസി, രൂപത്തെ ധരിക്കുന്നു. അങ്ങ് നിർഗുണ പരബ്രഹ്മമാണ്, നിഷ്കളബ്രഹ്മമാണ്, അങ്ങ് സകളനായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ ഈ നോട്ടം, ഭഗവാന്റെ ഈക്ഷണം കൊണ്ടാണ് മായ ഉണരുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ നിഷ്കളബ്രഹ്മം എങ്ങനെയാണ് സകളബ്രഹ്മമായി തീരുന്നത്, ശ്രീ മഹാവിഷ്ണുവായി പരിണമിക്കുന്നത്? അത് ആ ഭഗവാന്റെ നോട്ടം കൊണ്ടാണ്. അപ്പോ അത്തരത്തിൽ അവിടുന്ന് സത്വഗുണസ്വരൂപിയായി മിന്നിത്തിളങ്ങുന്നു ഗുരുവായൂരപ്പ, സകളനായി വൈകുണ്ഠമൂർത്തിയായി മാറി എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഈ ശ്ലോകം സമർപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. നാരായണീയ മധുരം ദാ ഇന്ന് 5-ാമത്തെ ശ്ലോകം ചൊല്ലി സമർപ്പിക്കുന്നു. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. സർവത്ര നാരായണ നാമ സങ്കീർത്തനം, നാരായണ നാരായണ നാരായണ.